والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു തആല പരിപൂർണമായി ശിഫയിലും സലാമത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബാദികളെയും അവന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു വളരെ പ്രസിദ്ധനാണ്. ചരിത്രങ്ങളിലൊക്കെ കിതാബുകളിലൂടെയൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പറയാറുണ്ട്. അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം, അദ്ദേഹം വളരെ പ്രസിദ്ധനായ വ്യാപാരിയാണ്. നല്ലതുപോലെ നെയ്യും വസ്ത്രങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ നെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മഹാനായ അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു വിൽക്കും. അങ്ങനെ ഒരു ദിവസം മഹാനായ അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രങ്ങളൊക്കെ, വിൽക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി, ഒരു കുറവുമില്ലാതെ, ഒരു ന്യൂനതയുമില്ലാത്ത തരത്തിൽ വളരെ മെച്ചമായ രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റിൽ കച്ചവടക്കാരനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഓരോ വസ്ത്രങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് അതിന്റെ പോരായ്മകൾ അത്താഖുസ് സലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇന്ന പോരായ്മകൾ. അത്താഖുസ് സലമിയാണെങ്കിലോ വളരെ ഒരു ന്യൂനതയും ഇല്ലാത്ത തരത്തിൽ നിർമ്മിച്ച വസ്ത്രമാണ്. പക്ഷേ മാർക്കറ്റിൽ കൊണ്ടുപോയി അത്താഖുസ് സലമി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ന്യൂനതകൾ പറയാൻ തുടങ്ങി. അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കച്ചവടക്കാരൻ പരിഭ്രാന്തനായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന ന്യൂനതകൾ കൊണ്ട് നിന്റെ വസ്ത്രത്തിന് ഇത്രയും വില ഉണ്ടാകില്ല, വില കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഈ കച്ചവടക്കാരന് തോന്നിയത് വില കുറച്ചത് കൊണ്ടാണ് അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ അതിന്റെ വസ്ത്രം എടുത്തോളാം, നിനക്ക് അർഹമായ റേറ്റ് നിനക്ക് തരാം. പക്ഷെ അത്താഖുസ് സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അതിന്റെ വസ്ത്രത്തിന്റെ വില കുറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, പിന്നെന്താ? അത്താഖുസ് സലമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ചിന്തിച്ചത് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ ഈ വസ്ത്രം നെയ്തത്. പക്ഷേ ആ സൂക്ഷ്മതയോടുകൂടി ഒരു ന്യൂനതയും ഇല്ലാത്ത തരത്തിൽ ഞാൻ നിർമ്മിച്ച വസ്ത്രം അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവന്നപ്പോ അങ്ങക്ക് 100 കണക്കിന് ന്യൂനതകൾ അതിൽ കാണിച്ചു തരാൻ പറ്റി. എന്റെ റബ്ബിനെയാണ് ഞാൻ ഓർത്തുപോയത്. നാം എത്രയോ ഇബാദത്ത് ചെയ്യുന്നുണ്ട് സൂക്ഷ്മതയോടുകൂടി, എത്ര ഒരു ന്യൂനതയും ഇല്ലാത്ത തരത്തിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നാളെ റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ എന്റെ ഇബാദത്തുകൾക്ക് അള്ളാഹു എന്നെ എത്രമാത്രം ന്യൂനതകളായിരിക്കും ഈ കണക്കിനാണെങ്കിൽ അള്ളാഹു എനിക്ക് കാണിച്ചു നൽകുന്നത്. ആ ചിന്താഗതിയോടുകൂടിയാണ് ഞാനിപ്പോ പൊട്ടിക്കരഞ്ഞു പോയത് എന്നാണ്. എനിക്ക് ദുനിയാവിന്റെ കാര്യത്തിനു വേണ്ടിയല്ല. ആ വസ്ത്രത്തിൽ ഞാൻ ഒരു പോരായ്മയും കാണാതെ നിർമ്മിച്ച വസ്ത്രത്തിൽ തന്നെ താങ്കൾക്ക് ഒരുപാട് ന്യൂനതകൾ കാണിച്ചു തരാൻ കഴിഞ്ഞു എങ്കിൽ റബ്ബിന്റെ മുന്നിൽ ഞാൻ എത്തുമ്പോൾ എന്റെ ഇബാദത്തുകളിൽ ധാരാളം ഇബാദത്തുകൾ നാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇബാദത്തുകളുടെ പോരായ്മകളും വീഴ്ചകളും നാളെ റബ്ബിന്റെ മുന്നിൽ റബ്ബ് എത്രമാത്രമായിരിക്കും എന്നോട് കാണിച്ചു നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അല്ലാഹു തആല പരിശുദ്ധമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ഇബാദത്തുകളിലും ഒരുപാട് ന്യൂനതകളും പോരായ്മകളും നിറഞ്ഞതാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിനൊക്കെ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ നമുക്ക് പരിഹാരം നൽകി. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ, ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം. നമ്മുടെ ഇബാദത്തുകൾ, ഫർളായ ഇബാദത്തുകൾക്ക് അതിലുള്ള ധാരാളം വീഴ്ചകൾ ഉണ്ടാകും. സുന്നത്തായ ഇബാദത്തുകൾക്കും വീഴ്ചകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഒരു അടിമയായ മനുഷ്യനെ അള്ളാഹു തആല വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്തു വരുമ്പോ അവന്റെ ഫർളായ ഇബാദത്തുകളിൽ എന്തെങ്കിലും ന്യൂനതയുണ്ട് എങ്കിൽ മലക്കുകളോട് പറയും അത്രേ. അല്ലാഹു തആല മലക്കുകളോട് പറയും, അവന്റെ ഫർളായ ഇബാദത്തുകളിൽ വീഴ്ചയുണ്ടെങ്കിൽ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയും, ഉൻളുറു ഹൽ ലഹു മിൻ തതവ്വു. ഈ മലക്കുകളെ, ആ അടിമയുടെ
അടിമയ്ക്ക് സുന്നത്തായ ഇബാദത്തുകൾ വല്ലതുമുണ്ടോ? സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ഉണ്ടോ? നമുക്കൊട്ടും സമയമില്ലല്ലോ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓട്ടമാണ് പലരും, അല്ലേ? നമുക്ക് സമയമില്ല, തിരക്കുകളുണ്ടാകാം. പക്ഷെ അള്ളാഹു നാളെ പരിഗണിക്കുന്നത് ഫർളായ നമസ്കാരത്തിൽ വന്ന വീഴ്ചകൾ, മലക്കുകളെ അവരിൽ വീഴ്ചകൾ കാണുമ്പോൾ മലക്കുകളോട് അള്ളാഹു താല പറയും, മലക്കുകളെ അവന് ളുഹറിന്റെ കൂടെ ളുഹറിന്റെ സുന്നത്ത് നിസ്കാരം ഉണ്ടോ നോക്കൂ, അസറിന്റെ കൂടെ അല്ലെങ്കിൽ അസറിന് മുമ്പും അല്ലെങ്കിൽ ഇശാഇന് മുമ്പും ശേഷമൊക്കെ ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അവന്റെ ഫർളിന്റെ കൂടെ അവന്റെ സുന്നത്തായ ഇബാദത്തുകൾ കൂടി ഉണ്ടോ എന്ന് നോക്കൂ മലക്കുകളെ. അപ്പൊ മലക്കുകൾ നോക്കും, ഇനി അവന് സുന്നത്തായ കർമ്മങ്ങൾ കൂടി അവന്റെ ഫർളിനോടൊപ്പം അവൻ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അക്മല ബിഹി ഫർളഹു, അവന്റെ ഫർളിനെ, ആ ന്യൂനതയുള്ള ഫർളിനെ അള്ളാഹു സമ്പൂർണമാക്കി മാറ്റും എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഇനി അവന് സുന്നത്തായ കർമ്മങ്ങളേ ഇല്ല, പക്ഷെ അവന്റെ ഫർളായ അവന്റെ ഇബാദത്തുകളിൽ ന്യൂനതയുണ്ട്. അവന് ആ ന്യൂനതകളെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ അവന് സുന്നത്തായ ഇബാദത്തുകളില്ല എങ്കിലോ വിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നു, അവന്റെ ഫർളിൽ വന്ന വീഴ്ച കാരണമായിട്ട് അവനെ അള്ളാഹു തൂക്കിയെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തായ ഇബാദത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല എന്ന് പറഞ്ഞാൽ അത് സുന്നത്തല്ലേ? അതെന്താ പ്രശ്നം? നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്, ഫർളൊക്കെ ഞാൻ 5 നേരം ഫർള് നിസ്കരിക്കാറുണ്ട്, പിന്നെ സുന്നത്തിന്റെ കാര്യം പറയും, അത് സുന്നത്തല്ലേ, അള്ളാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കിയോ എന്ന് ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ആ നമ്മുടെ ജീവിതത്തിലെ ഫർളായ ഇബാദത്തുകൾക്കുള്ള പരിഹാരം, അതിൽ വന്ന വീഴ്ചകൾക്കുള്ള പരിഹാരമാണ് ഈ സുന്നത്തായ നിസ്കാരവും അതുപോലെ നോമ്പിന്റെ വന്ന വീഴ്ചകൾ, സുന്നത്തായ നോമ്പുകൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സുന്നത്തായ കർമ്മങ്ങൾ കൂടി ചേർത്ത് പിടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് സമ്പൂർണതയും ഉണ്ടാകുന്നത്. അള്ളാഹു തആല പരിപൂർണമായി സമ്പൂർണന്മാരിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.